എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കുക പർച്ചേസിംഗ് നടത്തുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ എടുക്കേണ്ടത്. പർച്ചേസ് പ്രൊസീജിയർ ഓർ സ്റ്റെപ്സ് ഇൻ പർച്ചേസിംഗ്. ഫസ്റ്റ് വൺ, റിസീവിംഗ് പർച്ചേസ് റിക്വസിഷൻ. സെക്കൻഡ് വൺ, സെലക്ടിംഗ് സപ്ലയേഴ്സ്. തേർഡ് വൺ, പ്ലേസിംഗ് ദ പർച്ചേസ് ഓർഡർ. ഫോർത്ത് വൺ, റിസീവിംഗ് ദ മെറ്റീരിയൽസ്. Fifth one, inspecting the materials. And sixth one, making arrangement for payment. First one, receiving purchase requisition. എന്തൊക്കെ ഐറ്റംസ് ആണ് വാങ്ങേണ്ടത് എന്ന് സ്റ്റോഴ്സ് കീപ്പർ തയ്യാറാക്കി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് നൽകുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുക. എ പർച്ചേസ് റിക്വസിഷൻ ഈസ് എ ഫോർമൽ റിക്വസ്റ്റ് റിസീവ്ഡ് ബൈ ദി പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രം ദി സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടു പർച്ചേസ് എ പർട്ടിക്കുലർ മെറ്റീരിയൽ. ഇത് രണ്ട് തരത്തിലുള്ള റിക്വസിഷനുണ്ട്. റെഗുലർ പർച്ചേസ് റിക്വസിഷനും സ്പെഷ്യൽ പർച്ചേസ് റിക്വസിഷനും. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ആ റിക്വസിഷൻ തയ്യാറാക്കുന്നതെങ്കിൽ അതാണ് റെഗുലർ പർച്ചേസ് റിക്വസിഷൻ. ഇനി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ റിക്വസിഷൻ തയ്യാറാക്കുന്നതെങ്കിൽ അതാണ് സ്പെഷ്യൽ പർച്ചേസ് റിക്വസിഷൻ എന്ന് പറയുക. ഇത് 3 കോപ്പി നമ്മൾ കരുതേണ്ടതാണ്. ഒന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന്, മറ്റൊന്ന് സ്റ്റോർ കീപ്പർക്ക്, മറ്റൊന്ന് ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിന്. അടുത്തതാണ് സെലക്ടിംഗ് സപ്ലയേഴ്സ്. അപ്പം അത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് സപ്ലയേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാവാം. ആ സപ്ലയേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുക, കൊട്ടേഷൻ കൊടുക്കുന്നു. ഇനി സപ്ലയേഴ്സിൻ്റെ ലിസ്റ്റ് ഇല്ല എങ്കിൽ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് സപ്ലൈ ചെയ്യുന്നവർക്കായി നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നു. അതാണ് കൊട്ടേഷൻ എന്ന് പറയുക. അപ്പോൾ ആ രീതിയിൽ എന്താണ്, സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊട്ടേഷൻസ് ഇൻവൈറ്റ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പാണ് പ്ലേസിംഗ് ദ പർച്ചേസ് ഓർഡർ. അതായത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സപ്ലയർക്ക് നൽകുന്ന സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന ഓർഡറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പർച്ചേസ് ഓർഡർ എന്ന് പറയുക. A purchase order is a formal order prepared and sent by the purchasing department to the supplier as per the specifications fixed. It is a written authorization to the supplier to supply materials. Then fourth step, receiving the materials. ഇവിടെ പ്രധാനമായിട്ടും സപ്ലയർ നൽകുന്ന മെറ്റീരിയൽസ് കൃത്യമായിട്ട് റിസീവ് ചെയ്തു എന്നുള്ളത് സൂചിപ്പിക്കാനാണ്. അത് റിസീവ് ചെയ്തത് കൃത്യമായിട്ട് നമ്മൾ എന്താണ്, റെക്കോർഡ് ചെയ്യുന്നു. അത് ഗുഡ്സ് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് പലപ്പോഴും ഈ പ്രവർത്തനം ചെയ്യുക. Usually there will be a separate receiving department for receiving materials. Once the goods are received, goods receiving clerk enters all the details in the goods received note, that is GRN, goods received note. Goods received note is a statement prepared usually by the goods receiving department showing details of goods received by it. ഗുഡ്സ് റിസീവ്ഡ് നോട്ടിൻ്റെ 5 കോപ്പീസാണ് സാധാരണ തയ്യാറാക്കുക. ഒരു കോപ്പി റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന്, മറ്റൊന്ന് സ്റ്റോർ കീപ്പർക്ക്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന്, അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന്, അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും ഇതിൻ്റെ കോപ്പി ആവശ്യമാണ്. അടുത്ത സ്റ്റെപ്പാണ് ഇൻസ്പെക്ടിങ് ദ മെറ്റീരിയൽസ്. അതായത് നമ്മൾ റിസീവ് ചെയ്ത മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ഇൻസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ്
ഗുഡ്സ് ഇൻസ്പെക്ഷൻ നോട്ട് എന്ന് പറയുക. ഈ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഗുഡ്സ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. ഗുഡ്സ് ഇൻസ്പെക്ഷൻ നോട്ട് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് യൂഷ്വലി ബൈ ദ ഗുഡ്സ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഷോയിങ് ഡീറ്റെയിൽസ് ഓഫ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് റിസീവ്ഡ് ബൈ ഇറ്റ്. ലാസ്റ്റ് സ്റ്റെപ്പ്, മേക്കിംഗ് അറേഞ്ച്മെൻറ്റ് ഫോർ പേയ്മെൻറ്റ്. Before making payment, the relevant invoices are checked by the accounting section to confirm its authenticity as well as its arithmetical accuracy. Then the quantity and price mentioned in the invoice are checked. After having verified the invoice, the store's accounting section passes the bills for payment. അപ്പോൾ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബില്ലുകളും കൃത്യമായിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ പ്രോപ്പർ ചാനലിലൂടെ ക്യാഷായിട്ടോ അല്ലെങ്കിൽ മറ്റ് അനുബന്ധ മാർഗങ്ങളിലൂടെ അതിൻ്റെ പേയ്മെൻറ്റ് നടത്താവുന്നതുമാണ്. നെക്സ്റ്റ് വൺ, ബിൽ ഓഫ് മെറ്റീരിയൽസ്. അതായത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് വരുന്ന മുഴുവൻ മെറ്റീരിയൽസിൻ്റെയും ലിസ്റ്റ്, അഥവാ ഏതെങ്കിലും ഒരു വർക്ക് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് വരുന്ന മുഴുവൻ മെറ്റീരിയൽസിൻ്റെയും ലിസ്റ്റിനെയാണ് ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുക. എ ബിൽ ഓഫ് മെറ്റീരിയൽസ് ഈസ് എ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ഓൾ മെറ്റീരിയൽസ് ആൻഡ് കമ്പോണൻറ്റ്സ് നീഡഡ് ഫോർ പ്രൊഡ്യൂസിംഗ് എ പ്രോഡക്റ്റ് ഓർ ഫോർ എക്സിക്യൂട്ടിംഗ് എ വർക്ക് ഓർഡർ. The bill of materials provides information as to the quality, quantity and other specifications of the materials required for a particular work. അടുത്തതായി നമ്മൾ കാണുക സ്റ്റോഴ്സ് ഓർ ഇൻവെന്ററി കൺട്രോൾ. മെറ്റീരിയൽ കൺട്രോളിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്റ്റോഴ്സ് കൺട്രോൾ ഓർ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുക. അതായത് നമ്മൾ വാങ്ങുന്ന മെറ്റീരിയൽസ് ഏറ്റവും കോസ്റ്റ് കുറച്ച് എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ തീരുമാനിക്കപ്പെടുക. സ്റ്റോഴ്സ് കൺട്രോൾ ഈസ് ദ കൺട്രോൾ ഓഫ് ദി കോസ്റ്റ് ഓഫ് ദി മെറ്റീരിയൽസ് ബൈ എലിമിനേറ്റിംഗ് ഓൾ വേസ്റ്റേജസ് ഇൻ സ്റ്റോറിംഗ്. For effecting proper stores control, there should be a mechanism for storing or upkeeping the materials during the period of storing. സ്റ്റോർ അല്ലെങ്കിൽ വെയർ ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെയും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ലിങ്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽസ് കൃത്യമായിട്ട് അത് സ്റ്റോർ ചെയ്തിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അത് ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മളത് ഇഷ്യൂ ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സാണ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുക. അത് മെയിൻറ്റെയിൻ ചെയ്യുക സ്റ്റോർ കീപ്പറാണ്. അപ്പോൾ ഓവർ സ്റ്റോക്കിങ്ങും അണ്ടർ സ്റ്റോക്കിങ്ങും വരാത്ത രീതിയിൽ, എന്നാൽ പ്രൊഡക്ഷൻ തടസ്സപ്പെടാത്ത രീതിയിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. Store is a place where the various items of materials are kept safely till they are issued to production. The store department acts as a link between the purchasing department and the production department. ഇനി അടുത്തതായിട്ട് ലൊക്കേഷൻ ഓഫ് സ്റ്റോർ, അതായത് നമ്മളുടെ ഒരു വെയർ ഹൗസിൻ്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം. അപ്പം അത് നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന്, അതുപോലെ തന്നെ ഗുഡ്സ് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന്, അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പരമാവധി കുറയ്ക്കാവുന്ന രീതിയിൽ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും എളുപ്പമാകുന്ന തരത്തിൽ, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാനും അതിൻ്റെ ലോഡിംഗ് ചാർജ് അൺലോഡിംഗ് ചാർജസും ഒക്കെ ഏറ്റവും മിനിമത്തിലും ആകുന്ന രീതിയിലുള്ള ഒരു ആ മാനുഫാക്ചറിങ് കൺസേണിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഈ പറയപ്പെടുന്ന ഘടകങ്ങളൊക്കെ പരിഗണിച്ച് കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലേസ് ആയിരിക്കണം വെയർ ഹൗസായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് സ്റ്റോഴ്സ്. The size
nature and financial position of the concern determine the type of store. Generally, there are 3 types of stores: centralized stores, decentralized stores, centralized stores with sub-stores. First one, centralized stores. Centralized store is a store located at a central place where all materials are stored. അതായത് ഒരു മാനുഫാക്ചറിങ് കൺസേണിനെ സംബന്ധിച്ച് വ്യത്യസ്ത പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. എന്നാൽ എല്ലാ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഒരു കോമൺ ആയിട്ടുള്ള ഒരൊറ്റ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ സൂക്ഷിക്കുന്നതിനെയാണ് സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് എന്ന് പറയുക. അതിന് താഴെ പറയുന്ന അഡ്വാൻറ്റേജസ് ആണ് സൂചിപ്പിക്കുക: ബെറ്റർ സൂപ്പർവിഷൻ, ബെറ്റർ ലേഔട്ട് ഓഫ് സ്റ്റോഴ്സ്, ഇക്കോണമി, മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റോക്ക്, സ്റ്റോക്ക് ടേക്കിംഗ്, അതായത് സ്റ്റോക്കിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നടക്കാൻ പറ്റും. ദെൻ അവോയ്ഡൻസ് ഓഫ് ലോസ് ഡ്യൂ ടു ഒബ്സോലസൻസ്, അതായത് എല്ലാ ഐറ്റംസും കോമൺ ആയിട്ട് തന്നെ സൂക്ഷിക്കുന്നത് കൊണ്ട് നമുക്ക് ഒബ്സലൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മിനിമത്തിലെത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് വൺ, ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ്. അത് പ്രധാനമായിട്ടും ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോടും അനുബന്ധിച്ച് അതിൻ്റെ സ്റ്റോർ റൂമുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് എന്ന് പറയുക. എന്നിട്ട് ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായിട്ടുള്ളത് ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോർ റൂമിൽ നിന്നും അതിൻ്റെ സ്റ്റോർ കീപ്പർ ഇഷ്യൂ ചെയ്യുന്നു. ഇങ്ങനെയുള്ള സംവിധാനത്തെയാണ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് എന്ന് പറയുക. ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് ആർ ദോസ് സ്റ്റോഴ്സ് ലൊക്കേറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്, പ്രിഫറബിളി നിയർ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ്. Next one is central stores with the sub-stores or impressed system. It is a combination of both the centralized and the decentralized stores. നമ്മൾ ഇംപ്രസ്ഡ് ക്യാഷ് സിസ്റ്റം പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് ഇവിടെയും വരിക. അതായത് സെൻട്രൽ സ്റ്റോറിൽ നിന്നും ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും ആവശ്യമായിട്ടുള്ളത് അതിനോടനുബന്ധമായിട്ടുള്ള ഒരു സബ് സ്റ്റോർ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ആ സബ് സ്റ്റോറിന് അതിൻ്റെ ബിഗിനിങ് പീരീഡിൽ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി മെറ്റീരിയൽ കൊടുത്തിരിക്കും. ദെൻ അതിനുശേഷം അത് ഇഷ്യൂ ചെയ്തതിന് ശേഷം ആ ബാലൻസ് വരുന്ന ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ വീണ്ടും നെക്സ്റ്റ് ഡ്യൂറേഷനിലും കൊടുക്കും. അങ്ങനെ ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പ്രൊഡക്ഷൻ ഇൻ്ററപ്റ്റ് ചെയ്യപ്പെടാതെ ആ സബ് സ്റ്റോറിൽ നിന്നും ഐറ്റംസ് ഇഷ്യൂ ചെയ്യുന്ന ആ പ്രക്രിയയാണ് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് സ്റ്റോഴ്സ് കൺട്രോൾ എന്ന് പറയുക. The central stores issue a fixed quantity of materials to the sub-stores at the beginning of a period. At the end of the period, sub-stores again get the materials from the central stores equal to the materials which it has issued during the period. Next one is who is a storekeeper or stores manager. മെറ്റീരിയൽസ് കൃത്യമായിട്ട് സൂക്ഷിക്കുകയും അത് എവിടാണ്, അതിൻ്റെ ക്വാളിറ്റി എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അതിൻ്റെ പാർട്സ് ഒന്നും നഷ്ടപ്പെടാതെ കൃത്യമായിട്ട് സൂക്ഷിക്കുക, ഇതെല്ലാം ചെയ്യുന്ന വ്യക്തിയെയാണ് നമ്മൾ സ്റ്റോർ കീപ്പർ ഓർ സ്റ്റോർ മാനേജർ എന്ന് പറയുക. എ സ്റ്റോർ കീപ്പർ or stores manager is an executive of the organization who is entrusted with the duty of proper upkeep of different stores items. Next, duties and responsibilities or functions of the storekeeper. First one, receiving of material. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർഡർ അനുസരിച്ച്
ഗുഡ്സ് റിസീവ്ഡ് നോട്ടിലൂടെ വെരിഫൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് മെറ്റീരിയൽസ് കൃത്യമായിട്ട് റിസീവ് ചെയ്യുക. ദെൻ അതിനുശേഷം ക്ലാസിഫൈയിങ് ദ മെറ്റീരിയൽസ്, ആ മെറ്റീരിയൽസ് അതിൻ്റെ ക്വാളിറ്റിയും സൈസും ഒക്കെ അനുസരിച്ച് അത് കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യുക. ദെൻ അതിനുശേഷം ആ ഓരോ മെറ്റീരിയലിൻ്റെയും പ്ലേസ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ അതുപോലെ തന്നെ വീണ്ടും അതിൻ്റെ സ്റ്റോക്ക് ഫിക്സേഷൻ, നമുക്ക് എത്രമാത്രം സ്റ്റോക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിൻ്റെ മാക്സിമം ലെവൽ എന്താണ്, മിനിമം ലെവൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ അതുപോലെ തന്നെ ആ മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള റെക്കോർഡ്സ്, അതായത് ഓരോ റാക്കിലും എത്രമാത്രം മെറ്റീരിയൽ ഉണ്ട്, അതിൻ്റെ നമ്പർ എന്താണ്, ക്വാളിറ്റി എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുക. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായി വരുന്ന മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുക, മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് സൈൻ ചെയ്തുകൊണ്ട്. ദെൻ അതുപോലെ തന്നെ എന്താണ് പർച്ചേസ് റിക്വസിഷൻ പ്രിപ്പയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഒരു സ്റ്റോർ കീപ്പറുടെ ഡ്യൂട്ടീസിൽ വരിക.